അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പോൾ 2 നൃത്തം കഴിഞ്ഞു. അടുത്തതായി നമുക്കൊപ്പം ഉള്ളത് മോഹിനിയാട്ടം. ഇപ്പം ആടിയിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ വേദി ഒന്നിലായിരുന്നു മോഹിനിയാട്ടം, അത് കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നിരിക്കുകയാണ് മഹാലക്ഷ്മി അല്ലേ? അതെ, മഹാലക്ഷ്മി. മഹാലക്ഷ്മി ഈ ഒരു ഇനം മാത്രമാണോ അതോ വേറെ ഇനങ്ങളുണ്ടായിരുന്നു? ഇന്നലെ ഉണ്ടായിരുന്നു, ഭരതനാട്യം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മത്സരമായിരുന്നു. എ ഗ്രേഡ് ഉണ്ട്. ഭരതനാട്യത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കി. ഇനി അടുത്തത് മോഹിനിയാട്ടത്തിൽ ഒരു എ ഗ്രേഡ് അടിച്ചിടണം. അതെ അതെ. അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് പോയാലോ? അപ്പോൾ മോളുടെ പെർഫോമൻസിന് നമുക്ക് എല്ലാം റെഡിയല്ലേ? കുഞ്ഞിൻ്റെ പാട്ട് റെഡിയല്ലേ? പാട്ട് സെറ്റാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാം. ആ പാട്ടിടുന്നതിനൊപ്പം തന്നെ നമുക്ക്, അതായത് ഈ ഡാൻസ് നടക്കുമ്പോഴത്തേക്കും എന്നെ ലൈവായിട്ട് കാരിക്കേച്ചർ വരയ്ക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ബഷീർക്ക ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ബഷീർക്ക, വെല്ലുവിളിയാണ്. ഒരു ഡാൻസ് കണ്ടോണ്ട് നിൽക്കുന്നതിനിടയിലാണ് വരയ്ക്കുക. ലൈവ് കാരിക്കേച്ചർ ഇതോടൊപ്പം ഉണ്ട്. 2 കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മഹാലക്ഷ്മിയുടെ മോഹിനിയാട്ടം, അതോടൊപ്പം ബഷീർക്കയുടെ ലൈവ് കാരിക്കേച്ചർ. പാട്ട് റെഡി? നന്ദന ചിന്തയിലരുതേ ജനനി തൻ പിഴകൾ പന്തള രാജകുമാര 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 നന്ദന ചിന്തയിലരുതേ ജനനി. പെർഫോമൻസ് കഴിഞ്ഞു. ഇവിടെ വന്നു. ഏതായിരുന്നു കൂടുതൽ ഒരു ടെൻഷൻ ഉണ്ടായത്? ഇവിടെ എല്ലാവരും വന്ന് കാണുവാണ്, തൊട്ടടുത്ത് കാണുവാണ്. ടെൻഷൻ കൂടുതലുണ്ടായിരുന്നത് ഭരതനാട്യത്തിനാണ്. ആണ്. അപ്പൊ മോള് ഗംഭീരമായിട്ട് കളിച്ചു. നല്ലൊരു കൈയടി കൊടുക്കാം നമുക്ക് അവക്ക്. അപ്പൊ നല്ലൊരു കൈയടി എല്ലാവരുടെയും വക കിട്ടി. ഇത്രയും അടുത്തുള്ളൊരു അപ്രീസിയേഷൻ വന്നില്ലേ? അതെ അതെ. അപ്പൊ ഹാപ്പി ആയിട്ട് മോളിപ്പോ നമ്മുടെ ബഷീർക്ക ഇവിടെ കാരിക്കേച്ചർ വരയ്ക്കുന്നുണ്ട്. റോഷി ഇനി എന്താ പരിപാടി? മാർഗംകളി റെഡിയാണ്. അപ്പൊ മോളെ അങ്ങോട്ടേക്ക് നീങ്ങിക്കോളൂ. അടുത്ത മാർഗംകളി ടീം. മാർഗംകളി എവിടെ നിന്നാണ്? മാർഗംകളി ടീം എവിടുന്നാണ്? എറണാകുളം. സ്കൂള് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ അവിടെ പാട്ടുകാരെവിടെ? പാട്ടുകാരിക്ക് മൈക്ക് കൊടുക്കാം. പാട്ടുകാരിക്കുള്ള മൈക്ക് അതാ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മാർഗംകളിയിലേക്ക് പോവാണ്. ബഷീർക്ക എന്തായി? ബഷീർക്കയുടെ വര ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഒരു മാർഗംകളി കൂടി തീരുമ്പോഴത്തേക്ക് നമുക്ക് ആ കാരിക്കേച്ചർ അത് കാണാം. അപ്പോൾ മാർഗംകളി സെറ്റല്ലേ? എന്നാ പിന്നെ വട്ടത്തിൽ നിൽക്കുമല്ലേ? ഓക്കെ, അപ്പോൾ തുടങ്ങാം. എറണാകുളത്തിന്റെ അഭിമാനം കാക്കണം. ഓക്കെ, അപ്പോൾ പാട്ട് തുടങ്ങാം. റെഡി? 1 2 3 4. എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങൾ ഏശാതെ പെയ്തെന്നതും പാഴായി തേക്കുന്നു
ദൈവമേ തെരെ ഹിന്ദുവെന്നുള്ള നാടേറിയ സർപ്പങ്ങൾ തെരെ എന്നിവ എന്നിയേ ഏറ്റമാം സിന്ധുക്കൾ തെരെ നാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ തെരെ നന്നായി കൈവിട്ടോ നാട്ടിട്ടെ താഴത്തിൽ തെരെ മണ്ണിലെ മണ്ണുപോൽ മാറ്റമില്ലെങ്ങുമേ തെരെ മറ്റെല്ലാം നാടുടെ മാർഗങ്ങൾ താകൃതേ തത്താത്തിവിടുത്തേ എന്നിവയെല്ലാം കണ്ണുനീരാലെ തുമയുണർത്തിച്ച നേരം തെരെ എങ്ങും വിളങ്ങുന്ന നായൻ മിശിഹ പെർത്തരുൾ ചെയ്വൻ തുടങ്ങി തെരെ നീയൊരുവൻ താൻ എന്നൊരു ചിന്ത ഉള്ളിൽ നിന്നെ കടൽ വേണ്ട തെരെ മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പറലിന് കടൽ വേണ്ട തെരെ മനുഷ്യരെല്ലാം ജാതികളും പിന്നെ ജന്തുക്കളല്ലോ തെരെ എന്നതിനാലിപ്പോ ഞാൻ നിന്നു നിന്നെയും വിറ്റുവില ഭംഗിയെന്നാൽ തെരെ എഴുമൊഴി കള്ളത്തേഴുപ്പി കപ്പനായി ചിട്ടുകൊടുക്കുന്നു വേറെ തെരെ ത്രിലോകനാഥൻ കാശെടുത്തൻ പാൽ തൊമ്മടെ പക്കൽ കൊടുത്തു തെരെ ഇടലൊഴിഞ്ഞോട്ട് കർഗുദയ തിന്തക തിന്തത്തെ. ഇതിന്റെ വരി മനസ്സിലായോ സുജേത്? ആ. എന്താ വരികള് എന്ന് പറഞ്ഞു? എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങൾ ഏശാതെ എന്നതും പാഴായിട്ടേകുന്നോ ദൈവമേ. പ്രാർത്ഥനാപൂർവമായിട്ടുള്ള വരികളാണ്. വന്ദനഗാനത്തിന് പ്രാർത്ഥനയോടെ നമ്മളത് പൂർത്തിയാക്കി. ഇതൊരു അനുഷ്ഠാന കല കൂടിയാണല്ലേ? ഭയങ്കര എനർജി ലെവലായിരുന്നു. പിന്നെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ദേ ഞാൻ ഒരാളെ ഇവിടെ നോക്കി വെച്ചായിരുന്നു. ദേ ഈ നിൽക്കുന്നത് മോടെ പേരെന്താ? അലീന ലേജിൻസ്. ഏറ്റവും കൂടുതൽ എനർജി നിങ്ങൾക്ക് തോന്നിയത് ആർക്കാ ഇതില്? ഏറ്റവും കൂടുതൽ ചാടി കളിച്ചത് ആരാ? ഇതല്ലേ? ആ അതാ പൊളിയാണ് മാസാണ് എറണാകുളത്തിന്റെ പിള്ളേര്. ബഷീർക്ക കഴിയാറായോ? ബഷീർക്ക കഴിയാറായിരിക്കുന്നു. കാരിക്കേച്ചർ അവിടെ വരച്ചോണ്ടിരിക്കുകയാണ്. എന്താകുമോ എന്തോ. എൻ്റെ ഒരു കാരിക്കേച്ചർ അവിടെ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടെൻഷനിലൂടെ ആയിരുന്നു ഞാൻ. അപ്പോൾ കാരിക്കേച്ചർ അവിടെ റെഡി ആവുന്നുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള വേണം. കാരിക്കേച്ചർ റെഡിയാണോ? കാണിക്കാറായോ? കാരിക്കേച്ചർ ഇതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നെ പോലെ ഉണ്ടോ? ഇവരോട് ആദ്യം ചോദിക്കാം. ഉണ്ടോ? ഞാനിവിടെ അവതരിപ്പിച്ചോണ്ടിരിക്കുക. ബഷീർക്ക് ഇങ്ങനെ വരൂ. ഞാനിവിടെ ഇത് അവതരിപ്പിച്ചോണ്ടിരിക്കുമ്പോഴാണ് ബഷീർക്ക് ഇത് വരച്ചത്. എത്ര സമയം എടുത്ത്? 5 മിനിറ്റ് എടുത്ത് കാണും അല്ലേ? 5 മിനിറ്റ് സമയം കൊണ്ട് വരച്ച കാരിക്കേച്ചറാണ്. പ്രസാദേ, അതെ, എന്നെ അനങ്ങാതെ കിട്ടാൻ വലിയ പക്ഷെ ഇത് ഒത്തിട്ടുണ്ട്. എനിക്കിഷ്ടമായി. നന്നായിട്ടുണ്ട്. ഉഗ്രായിട്ടുണ്ട്. സൂപ്പർ. ബഷീർക്ക് എത്ര കാലമായി കാരിക്കേച്ചർ ലോകത്ത്? ഞാൻ 15 കൊല്ലമായി. അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.